ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പം ശരിക്കും ഞാനിത് 2024 ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ജാനുവരിയിൽ, പക്ഷെ അതിന് കഴിഞ്ഞില്ല. സോ ഈ ഓഗസ്റ്റ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഓഗസ്റ്റ് മുതൽ ഇനിയുള്ള ബാക്കി മാസങ്ങൾ, അതായത് 2025 ആകുന്നതിന് മുമ്പ് എന്തൊക്കെ നമുക്ക്, അതായത് ഗോഡിൻ്റെ അടുത്ത് നമുക്ക് എന്തിനൊക്കെ താങ്ക്സ് പറയാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതിൽ ഇട്ട് വെക്കുക. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ വർഷം കഴിയാറാകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഡിസംബർ 31st നമ്മൾ ഇതെടുത്തിട്ട് അതിലത്തെ നമ്മളതിൽ എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാകും. നമ്മൾ അതായത് എന്ത് ചെറിയ കാര്യത്തിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇന്നേക്ക് ഫുഡ് കഴിക്കാൻ പറ്റി, അപ്പോൾ അതിന് നമ്മൾ ഗോഡിനോട് താങ്ക്സ് പറയണം. കാരണം ഇന്നൊരു ദിവസം ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു ബ്ലെസ്സിങ്സിനും നമ്മൾ ഗോഡിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരുടെ ഒരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തതിന്, നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണില്ല, ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വേവലാതിപ്പെടുക. ഓയ്ക്കതില്ലല്ലോ, ഓയ്ക്കിതില്ലല്ലോ, അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ആകാൻ പറ്റില്ലല്ലോ, അവിടെ പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ പോകാൻ പറ്റില്ലല്ലോ, അത് വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനെ വെറുതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇയർ ലാസ്റ്റ് ഇതെടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലേ, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണല്ലോ എന്നുള്ളൊരു തോട്ട് വരും, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്ത് ഞാൻ ഇരുന്നിട്ട് ഇത് ചെയ്യാം. ആദ്യം വിചാരിച്ചൊരു ബുക്ക് ആക്കാം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാളും കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്കൊന്നുകൂടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ജാർ ഉണ്ടാക്കിയത്. അപ്പോൾ വരൂ നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ജാറ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു ജാറായിരുന്നു. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. 200 300 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. എനിക്ക് ഓർമ്മല്ല, ഒരുപാട് മുന്നേ വാങ്ങിച്ചതായിരുന്നു. ഇത് ഞാൻ വാഷി ടൈപ്സ് ഇട്ട് വെക്കാനാണ് വാങ്ങിച്ചത്. പക്ഷേ വാഷി ടൈപ്പിന് ഞാൻ പിന്നെ മീഷോയിൽ നിന്ന് വേറൊരു ബോക്സ് വാങ്ങിച്ച്. അപ്പോൾ ഞാനിതിൽ ഇതുപോലത്തെ പൈൻ കോൺസ് ആയിരുന്നു ഇട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി വെറുതെ പൈൻ കോൺസ് അതിൽ ഇട്ട് വെക്കണ്ടല്ലോ, പൈൻ കോൺസ് ഇട്ട് വെക്കാൻ ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൻറ്റേജിൽ നമുക്ക് എപ്പോഴും ഒഴിച്ചു കൂടാനാവാതെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ ഇംഗ്ലീഷ് പേപ്പേഴ്സ് കാര്യങ്ങൾ ഇത് അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ഈ ജാർ ഉണ്ടാക്കുന്നത്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ്, മന്തും ഇയറും ഞാനതിൽ മെൻഷൻ ചെയ്തിട്ട് ആ ജാറിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മളതിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിടുമ്പോഴും അതിൻ്റെ മുകളിലൊക്കെ ഡേറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇത് ഈ ഡേറ്റിലായിരുന്നു അല്ലേ ഈ കാര്യം നടന്നത്, ഈ ഡേറ്റിലായിരുന്നു ഈ കാര്യം നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാനൊരു റാൻഡായിട്ടുള്ള നമ്പറാണ് കേട്ടോ ഈ 2 എന്നുള്ളത് കൊടുക്കണം. അത് എൻ്റെ ഒരു ലക്കി നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ 2 എന്നുള്ളത് കൊടുത്തത്. പിന്നെ ഇതിൽ ഞാനൊരു ഡെയ്സിയുടെ ഒരു ഫ്ലവർ വെക്കുന്നുണ്ട്. അത് ഞാൻ UK അവിടെ നിന്ന് പറിച്ച് പ്രസ് ചെയ്ത ഫ്ലവർ ആയിരുന്നു. പിന്നെ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ അത് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എനിക്ക് എന്തോ അതവിടെ രസമായിട്ട് തോന്നിയില്ല ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ ഞാനത് അവിടെ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്യാം കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജാറിന് മാത്രം എഴുതിയിട്ട് അത് മുട്ടിച്ചാലും മതി, അല്ലെങ്കിൽ ക്യൂട്ട് എസ്തെറ്റിക്സ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്ക് പൊതുവേ വിൻറ്റേജിനോടാണ് താല്പര്യം. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിൻറ്റേജ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസും കൂടെ അതിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇനി കുറച്ച് എൻ്റെ കയ്യിലൊരു എന്താ പറയാൻ നിങ്ങൾക്കറിയില്ല, ഹാഫ് കട്ട് ചെയ്തിട്ടുള്ളൊരു ബീഡ്സ് ഉണ്ട്. അതാണ് ഞാൻ കയ്യിലെടുത്തപ്പോഴേ ആകെ പാളിപ്പോയി, ഒന്നായിട്ട് കയ്യിലിട്ട് പോയി. അപ്പോൾ ഇനി വിചാരിച്ചിട്ടുണ്ട് ചെറിയൊരു കുപ്പിയിലിട്ട് വെക്കണത്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഇട്ട് വെക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയ ഒരു
ഇതാണ് ജേണലൊക്കെ ചെയ്യുമ്പോഴല്ലേ അല്ലെങ്കിൽ വിൻറ്റേജ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഈ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും. ഞാനിത് ടെമൂല് കണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ നാട്ടിൽ ഇത് അവൈലബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്യാതിരുന്നത്. പക്ഷെ നാട്ടിൽ ഇത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ബട്ടൺ ഹൗസിലൊക്കെ പോയി അന്വേഷിച്ചപ്പോഴേക്കും ഇങ്ങനത്തെ സാധനം കിട്ടി. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് എഴുതിയത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ അത് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഞാൻ ഫോട്ടോ പേപ്പർ ഗ്ലോസി ഫോട്ടോ പേപ്പറിലാണ് കേട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തത്. എന്നിട്ട് അത് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലവർ മാറ്റുന്നുണ്ട് എന്ന്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു വിൻറ്റേജ് ആയിട്ടുള്ളൊരു പൂമ്പാറ്റ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിൻറ്റേജ് ഗേളിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഇടായിട്ട് തുടങ്ങിയൊരു കാര്യമാണ്. അതായത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഔട്ട്ഫിറ്റ് കാര്യങ്ങളിലൊക്കെ ഇടയിൽ. എനിക്ക് ഒരുപാട് അതായത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ഉണ്ടാവില്ല ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് ഔട്ട്ഫിറ്റുകൾ മോഡലുകളിലൂടെയൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള മോഡൽസ് ഇങ്ങനത്തെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ബുക്കിലോ എല്ലാം ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ വിചാരിച്ച് എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ അത് ആഗ്രഹിക്കലാവും. അതിക്ക് വേണം അത് കിട്ടിയിരുന്നുവെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചാൽ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എല്ലാം ഓരോ നേരം പോക്ക്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തത്. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സും ഒക്കെ. അപ്പോൾ നമുക്കത് ഇതിലും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് ഡെയിലി കാണാമല്ലോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ത്രെഡും ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അലങ്കാരം ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഇനി ഇതിൽ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 1. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ എഴുതി നമ്മൾ ഒട്ടിച്ച് വെക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു മടക്കിയിട്ട് ഇതിലിട്ട് വെക്കാം. അപ്പം എനിക്ക് തോന്നി വേണ്ട, നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കില്ലേ, അപ്പം അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ജാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ജാറൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ച് തരുമുണ്ടോ ഇൻസ്റ്റയിലും, നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഫസ്റ്റത്തെ, അതായത് ഞാൻ എന്തിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളതെന്ന് എഴുതി കേട്ടോ. എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ എന്താ പറയുക, അതിന് ഞാൻ ഗോഡിനോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഡേറ്റ് ഇതിൽ ഞാൻ സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സീലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കുമല്ലോ. ഭംഗി നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട. അപ്പോൾ ഞാൻ അതുകൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബോക്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബോക്സിൽ സെയിം മെത്തേഡ് നമ്മൾ എഴുതിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബുക്കിലാണെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി എഴുതി കൊടുത്താലും മതി. നമ്മൾ ജേണലിൽ ചെയ്യുന്ന പോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്താലും മതി ബുക്ക്. ഞാൻ പിന്നെ ഒന്നും കൂടെ ക്രിയേറ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ജാറ്. പിന്നെ ഈ ജാറ് എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ, അതായത് എൻ്റെ കബോർഡിൽ ഞാൻ വെക്കളാണ് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു കബോർഡിൽ ശരിക്കും വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കെന്നെ എന്തോ പോലെ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ജാറും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കോമെൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും കോമെൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കറിയാത്തതുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് നോക്കാമല്ലോ, അതെനിക്ക് ഹെൽപ്ഫുൾ ആവില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.